ജിഷ വധക്കേസ് സുപ്രധാനമായ വഴിത്തിരിവിൽ പ്രതി അമീറുകളുമായി പോലീസ് തെളിവെടുപ്പിനായി പെരുമ്പാവൂരിലെത്തി ജിഷയുടെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി. പ്രതിയെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി അലക്സ് ചേരുന്നുണ്ട്. അലക്സ്, തെളിവെടുപ്പിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇനിയും ബാക്കി തെളിവെടുപ്പ് ഉണ്ടാകുമോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ജിഷ വധക്കേസിന്റെ ഏറ്റവും സുപ്രധാനമായ വഴിത്തിരിവിലേക്കാണ് കേസ് അന്വേഷണം എത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട ഏതാണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ സമയത്തോടുകൂടി ജൂൺ 21-ന് അമീറുൽ ഇസ്ലാമിനെ കസ്റ്റഡിയിൽ വാങ്ങി ആലുവ പോലീസ് ക്ലബിൽ പോലീസ് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യൽ നടത്തി വരികയായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇന്ന് രാവിലെ 5 മണിക്ക് ശേഷം പ്രതിയെയും കൂട്ടി പോലീസ് പെരുമ്പാവൂരിലേക്ക് തിരിക്കുന്നത് തെളിവെടുക്കുന്നതിനായി. ഇത് രാവിലെ ആക്കിയതിന്റെ പ്രധാന കാരണം ജനങ്ങൾ നിറയും എന്നുള്ള പരിഭ്രാന്തി കൊണ്ട് തന്നെയാണ്. രാവിലെ 5:30 ശേഷം അവിടെ നിന്നിറങ്ങി ഏതാണ്ട് ഒരു 6:20 പെരുമ്പാവൂർ കുറുപ്പമ്പടി വട്ടോളിപ്പടിയിലെ ജിഷയുടെ അല്ലെങ്കിൽ ജിഷ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പ്രതിയെ കൊണ്ടെത്തുന്നു. അന്നേ ദിവസം സംഭവ ദിവസം ആ വീട്ടിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ പ്രതി പോലീസിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് ക്യാമറയിൽ പകർത്തുന്നുണ്ട്. അതുപോലെ പോലീസ് പുറത്തിറങ്ങി മറ്റു കാര്യങ്ങൾ, അതായത് പ്രതി കനാൽ ബണ്ടിൽ ഇറങ്ങി പോയ വഴികൾ പോലീസിന് പ്രതി കാണിച്ചു കൊടുത്തു. ഇക്കാര്യങ്ങളും പോലീസ് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കഴിഞ്ഞ ഇയാളെ കൊണ്ടുപോയത് കുളിക്കടവിലേക്കാണ്. ഈ കുളിക്കടവുമായി ബന്ധപ്പെട്ട പോലീസ് വന്ന വാർത്തകൾ പോലീസ് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും കോടതിയിൽ പ്രതിക്ക് ഇതിനുള്ള ഒരു സംശയത്തിന്റെ ആനുകൂല്യം പോലും ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് പ്രതിയെ നേരിട്ട് ഇവിടെ എത്തിച്ച മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷം പ്രതിയെ കൊണ്ടുപോയത് മദ്യം വാങ്ങി എന്ന് പറയുന്ന ബിവറേജസിലേക്കും തുടർന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറയപ്പെടുന്ന ഹോട്ടലിലേക്കുമാണ്. അത് കഴിഞ്ഞ പ്രതി താമസിച്ചിരുന്ന ഇരിങ്ങോൾ വൈദ്യശാലപ്പടിയിലെ വാടക ലോഡ്ജിൽ എത്തിക്കുമ്പോഴാണ് നാട്ടുകാർ അവിടെ നിറഞ്ഞത്. മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്ന് ഏതാണ്ട് ആ ഒരു സമയത്തായിരുന്നു. ഏതാണ്ട് 7:30 അവിടെ എത്തുന്നു. പക്ഷെ പ്രതിയെ പുറത്തിറക്കാനായില്ല. പ്രതി അവിടെ ഇരുന്നതിന് പോലീസിന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ, ഇവിടെയാണ് താമസിച്ചതെന്നുള്ള മറ്റുള്ള മൊഴികൾ പോലീസിന് നൽകുന്നു. അതിനുശേഷം പ്രതിയെ ട്രാഫിക് സ്റ്റേഷനിലെത്തിച്ച അല്പനിമിഷത്തിനകം ഏതാണ്ട് 7:45 പ്രതിയെ തിരിച്ച് ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിലാണ് പ്രതി ഉള്ളത്. ഇവിടുത്തെ പ്രക്രിയ മറ്റു തെളിവെടുപ്പിന്റെ മറ്റു കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതി സംഭവത്തിന് അല്ലെങ്കിൽ കൃത്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന കത്തി പോലീസിനെ കണ്ടെടുക്കാൻ സാധിച്ചതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, കാഞ്ചീപുരത്ത് പ്രതി പിടിയിലായ സ്ഥലത്തു നിന്നും പ്രതി സംഭവ ദിവസം ധരിച്ചു എന്ന് പറയപ്പെടുന്ന മഞ്ഞ ഷർട്ടും ഒരു ലുങ്കിയും പോലീസ് കണ്ടെടുത്തായുള്ള വിവരങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായെന്ന് പറയാം. പക്ഷേ കസ്റ്റഡി കാലാവധി തീരാൻ 2 ദിവസം ബാക്കിയുള്ളതിനാൽ ആസാമിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ കാഞ്ചീപുരത്ത് പ്രതിയെ കൊണ്ടെത്തിച്ച് പോലീസ് ഒരു പക്ഷേ തെളിവെടുപ്പ് നടത്തിയേക്കാം. ഈ ഒരു 30 ദിവസത്തിനകം ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാനായി വിചാരണ നടപടികൾ ആരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും ഉള്ളത്. സൗമ്യ, അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച RSP കൊല്ലം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിലിപ്പ് കെ തോമസ്. കോൺഗ്രസുമായി സ്ഥിരമായി ബന്ധമുണ്ടാകില്ല, മുന്നണി ബന്ധം പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ്. മുകേഷിനെതിരായ യൂത്ത് കോൺഗ്രസ് നടപടി ബാലിശമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസുമായോ കോൺഗ്രസിന്റെ നടപടികളുമായോ സ്ഥിരമായ ഒരു ബന്ധത്തിലല്ലല്ലോ പാർട്ടി ഏർപ്പെട്ടിരിക്കുന്നത്. പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ധാരണയെ തുടർന്നാണ് മുന്നണി ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ആ ധാരണയിൽ നിന്ന് വ്യതിചലിക്കുന്നതായ സന്ദർഭത്തിൽ പാർട്ടി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്നതിന് മുൻപ് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുള്ള അഭിപ്രായമാണ് RSPയെ സംബന്ധിച്ചിടത്തോളം. അതൊരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കുന്നതല്ല. പ്രത്യേകിച്ച് KPCCക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് തന്നെ ആ സ്വഭാവത്തിൽ പരസ്യവേദിയിൽ വന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നത്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ പെട്ടെന്ന് കയറി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇപ്പം കൊല്ലത്ത് തന്നെ വിവാദം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു ബാലിശമായ നടപടികളായിട്ടേ നമുക്ക് കണക്കാക്കാനുള്ളൂ. ഒരു നിയമസഭാ അംഗം അല്ലെങ്കിൽ ഒരു പാർലമെന്റ് അംഗം, ഒരു പാർട്ടി അധ്യക്ഷൻ 24 മണിക്കൂറും ഇന്ന സ്ഥലത്ത് തന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല. അവരുടെ പ്രവർത്തനങ്ങൾ കാര്യശേഷിയോടുകൂടി നിയോജക മണ്ഡലത്തിൽ അല്ലെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച RSP കൊല്ലം ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. രാജ്കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാജ്കുമാർ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം RSP രാഷ്ട്രീയം വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഫിലിപ്പ് കെ തോമസ്. ഈ ഒരു വാക്കുകൾക്കപ്പുറം എത്രത്തോളം ഗൗരവതരമാണ് ഇപ്പോൾ RSPയുടെ നിലപാടൊക്കെ?
സൗമ്യ ഇപ്പോൾ സംസ്ഥാനത്ത് RSPക്കകത്ത് വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് RSP-B എന്ന ഒരു പാർട്ടി RSPയുമായി ലയിച്ചത് അതുകൊണ്ട് യാതൊരു ഗുണവും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, നിലവിലുള്ള RSPയുടെ മൂല്യങ്ങൾ ചോർന്നു. RSPയുടെ ധാർമ്മികമായ രാഷ്ട്രീയ ദൗത്യം തന്നെ ഇല്ലാതായി. RSPക്ക് സ്വന്തമായി ചോദിക്കാനുണ്ടായിരുന്ന ഇടതുപക്ഷത്തുണ്ടായിരുന്ന ചോദിക്കാനുള്ള ഒരു ശേഷി അതുപോലും നഷ്ടപ്പെട്ട് ആരെയും ചോദ്യം ചെയ്യാനാകാതെ പലതും വിധേയമായി ആ ഒരു ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ, മുന്നണി ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ പോകേണ്ടുന്ന ഒരു ഗതികേട് RSPക്ക് ഉണ്ടായി എന്നുള്ളതാണ് RSP നേതാക്കന്മാർ തന്നെ രഹസ്യമായി, ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ പോലും അവർ നമ്മളോട് പറയാൻ തയ്യാറാവുന്നത് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് RSP കൊല്ലം ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് കെ തോമസ്, അദ്ദേഹം RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്, അദ്ദേഹം തന്നെയാണത് പറയുന്നത്. ഒരു KPCC പ്രസിഡന്റ് ഈ പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട ആ ഒരു വിവാദം പൊതുജന മധ്യത്തിൽ മുമ്പ് കൊണ്ടിടുന്നതിന് മുമ്പ് പാർട്ടിക്കുള്ളിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതുപോലെ തന്നെ പരസ്യ വിഴുപ്പലക്കൽ അത് KPCC പ്രസിഡന്റ് തന്നെ നടത്തുന്നത് ജനാധിപത്യ പാർട്ടിക്ക് ഭൂഷണമല്ലെന്ന് ഫിലിപ്പ് കുറ്റപ്പെടുത്തുന്നു. ഗ്രൂപ്പ് വഴക്ക് തുടരുന്നത് കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നതല്ല, അനാരോഗ്യവും ശിഥിലീകരണത്തിനാണ് അത് പാർട്ടിയെ കൊണ്ട് എത്തിക്കുക എന്ന് ഫിലിപ്പ് കെ തോമസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് മുമ്പ് UDFന്റെ പല യോഗങ്ങളിലും ഒക്കെ തന്നെ ഇത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇത് തിരുത്താൻ തയ്യാറായിട്ടില്ല. അത്തരം കാര്യങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് നയവുമായോ സ്ഥിരമായ ഒരു ബന്ധത്തിലല്ല RSP ഏർപ്പെട്ടിരിക്കുന്നത്. പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ ബന്ധം, മുന്നണി ബന്ധം അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ധാരണയിൽ നിന്ന് വ്യതിചലിക്കേണ്ട സാഹചര്യത്തിൽ പാർട്ടി അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ മുകേഷിനെതിരായ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടിയിലും വളരെ വ്യക്തതയുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നടപടി ബാലിശമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതിയെ കുറിച്ചുള്ള ചോദ്യത്തിന് RSP ജില്ലാ സെക്രട്ടറിയുടെ വിലയിരുത്തൽ. ഒരു പാർട്ടി അധ്യക്ഷനോ അല്ലെങ്കിൽ MP-യോ MLAയോ അങ്ങനെ തുടങ്ങിയ ജനപ്രതിനിധികൾ മുഴുവനും ഒരു സ്ഥലത്ത് തന്നെ 24 മണിക്കൂറും ഉണ്ടായിരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയായ കാര്യമല്ല. ഒരിക്കലും ആ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള നിലപാടാണ് RSP പങ്കുവച്ചിരിക്കുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സ്മാർട്ട് സിറ്റി 2021 പൂർണ്ണ സജ്ജമാകുമെന്ന് മുഖ്യമന്ത്രി. സ്മാർട്ട് സിറ്റിയുടെ 1ാം ഘട്ടം സംബന്ധിച്ച ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കും. ചോദ്യോത്തരവേളയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട്. ജിതിൻ, മുഖ്യമന്ത്രി പറഞ്ഞതടക്കം ചോദ്യോത്തരവേളയുടെ വിശദവിവരങ്ങൾ. സൗമ്യ, സ്മാർട്ട് സിറ്റി 2021 പൂർണ്ണ സജ്ജമാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നിർമ്മാണം 2020 പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ടീകോം അധികൃതർ കൂടെ നൽകുന്ന ഉറപ്പനുസരിച്ച് 2021 പദ്ധതി പൂർണ്ണമായും സജ്ജമാക്കാനാകും. ഒപ്പം തന്നെ കരാർ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ച് IT കമ്പനികൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കും 2ാം ഘട്ടം എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഒപ്പം തന്നെ 1ാം ഘട്ടം സംബന്ധിച്ച് കുറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. IT ഇതര കമ്പനികൾക്ക് സ്മാർട്ട് സിറ്റിയിൽ ഇടം നൽകിയെന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇവയെല്ലാം സംബന്ധിച്ച ആശങ്കകൾ ദൂരീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ നിലവിൽ 5000 പേർക്ക് തൊഴിൽ നൽകാനുള്ള സാധ്യത സ്മാർട്ട് സിറ്റിയുടെ 1ാം ഘട്ടത്തിലുണ്ട്. അത് എത്ര പേർക്ക് തൊഴിൽ നൽകി എന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. ഒപ്പം തന്നെ കരാറിൽ പറയുന്ന കാര്യങ്ങൾ അതാത് രീതിയിൽ നടപ്പാക്കുന്നതിന് മുൻതൂക്കം നൽകും. ഓഗസ്റ്റിൽ സ്മാർട്ട് സിറ്റിയുടെ ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അന്ന് പദ്ധതി സംബന്ധിച്ച് പൂർണ്ണമായ തോതിൽ കൃത്യമായ വ്യക്തത വരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകാതിരിക്കാൻ വ്യവസ്ഥകളിൽ ആവശ്യമായ മാറ്റം വരുത്തുമെന്നും ഇതിന് വേണമെങ്കിൽ സ്മാർട്ട് സിറ്റിയുടെ പങ്കാളികളുടെ യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി P. തിലോത്തമനും ഇന്ന് ചോദ്യോത്തരവേളയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുകയുണ്ടായി. 38 മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത പഞ്ചായത്തുകളിൽ മാവേലി സ്റ്റോറുകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തിലോത്തമൻ നിയമസഭയെ അറിയിച്ചു. ഒപ്പം തന്നെ സ്വയം ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലും ജനങ്ങൾക്ക് അപകടകരമാകുന്ന വിധത്തിലുമുള്ള പരസ്യങ്ങൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിച്ചതായി മാധ്യമങ്ങൾക്ക് ഇതിനായി നിർദ്ദേശം നൽകിയതായും ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയും നിയമസഭയെ അറിയിച്ചു. ഒപ്പം സ്വകാര്യ ലാബുകളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾ തടയാൻ നിയമനിർമ്മാണം നടത്തുമെന്നും ആരോഗ്യമന്ത്രി സഭയെ അറിയിക്കുകയുണ്ടായി. ഇത്രയുമായിരുന്നു ചോദ്യോത്തരവേളയിലെ പ്രധാന സംഭവങ്ങൾ. ഇതോടൊപ്പം തന്നെ ഇന്ന് ഈ 14ാം നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി
പ്രതിനിധിയായി ജോൺ ഫെർണാണ്ടസ് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേൽക്കുകയുണ്ടായി. ഫോർട്ട് കൊച്ചി സ്വദേശിയായ ജോൺ ഫെർണാണ്ടസ് ആണ് ഈ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. സൗമ്യ. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. കഴിഞ്ഞ ദിവസം അന്തരിച്ച നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കരുടെ മൃതദേഹം കാവാലത്തെ തറവാട്ട് വീട്ടിലെത്തിച്ചു. വൈകിട്ട് 4:30 സംസ്കാരം നടക്കുക. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കാവാലത്തു നിന്നുള്ള വിവരങ്ങൾ. സൗമ്യ, രാവിലെയോടെയാണ് തിരുവനന്തപുരത്ത് നിന്നും ഭൗതിക ശരീരം തറവാട് വീടായ ആലപ്പുഴ ചാലയിലേക്ക് കൊണ്ടുവന്നത്. ഏഴരയോടുകൂടി തന്നെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് വച്ചു. നാടിന്റെ നാനാതുറയിലുള്ളവർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, സുഹൃത്തുക്കൾ, ശിശുഗണങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകളും മറ്റും നടക്കുക. 2:30-ക്ക് ശേഷം വിലാപയാത്ര അദ്ദേഹത്തിന്റെ വസതിയായിട്ടുള്ള തറവാട് തൊട്ടടുത്തുള്ള ശ്രീഹരിയിലേക്ക് കൊണ്ടുപോകും. 4:30-ഓടുകൂടി തന്നെ സംസ്കാരം നടക്കും. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് സംസ്കാരം നടക്കുക. അദ്ദേഹത്തിന്റെ മകനെ ശ്രീഹരിയിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകനെ സംസ്കരിച്ചതിനോട് ചേർന്ന് തന്നെയാണ് കാവാലം നാരായണ പണിക്കരുടെയും മൃതദേഹം സംസ്കരിക്കുക. സൗമ്യ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ജന്മനാടായ കുട്ടനാടുമായി കാവാലം നാരായണ പണിക്കർ ഒരിക്കലും മുറിച്ചു മാറ്റാനാകാത്ത ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു. ഒഴിവുവേളകൾ കിട്ടുമ്പോഴെല്ലാം കാവാലം തന്റെ ജന്മനാട്ടിലെത്താൻ സമയം കണ്ടെത്തുമായിരുന്നു. അവസാനമായി കാവാലം നാട്ടിലെത്തി മടങ്ങിപ്പോയതിന്റെ ഓർമ്മകളായി ഇവറക്കുകയാണ് ഇപ്പോൾ കാവാലത്തുകാർ. ലോകമറിയപ്പെടുന്ന കാവാലം നാരായണ പണിക്കർ എന്ന നാടകാചാര്യൻ കുട്ടനാട്ടിലെത്തിയാൽ തികച്ചും തനി കുട്ടനാട്ടുകാരനായി മാറും. കാവാലം ഗ്രാമത്തിലെ നാട്ടുകാരും കുട്ടികളും സുഹൃത്തുക്കളുമായി ചേർന്ന് കലാപരിപാടികളിൽ മുഴുകുകയാണ് പിന്നെ ഇദ്ദേഹം ചെയ്യുക. പുതിയ തലമുറയെ കലയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് കാവാലത്തുകാരുടെ സ്വന്തം കലാകാരനായ നാരായണ പണിക്കർ ചെയ്യുന്നത്. താൻ കുട്ടികൾക്കൊപ്പം ആടിയും പാടിയും നടക്കുമ്പോൾ താൻ ചെറുപ്പമാണ് എന്ന ചിന്താഗതിയാണ് ഇദ്ദേഹത്തിനുള്ളത്. തുടക്കത്തിൽ കാവാലത്തിന് എൻ്റെയും ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാവാലം എന്നേക്കാൾ വളരെ പ്രായാധിക്യമായ കാവാലമാണ്. എനിക്ക് പ്രായമായില്ല എന്ന് കുഞ്ഞുങ്ങൾ ആ പാട്ടിലൂടെ പറഞ്ഞു. നാരായണൻ കുഞ്ഞേ എന്ന് വിളിച്ചു. എല്ലാ വർഷവും സ്കൂൾ അവധിയിൽ കുരുന്നുകൾക്ക് വേണ്ടി 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ക്യാമ്പുകളും സൗജന്യമായി ഇദ്ദേഹം നടത്താറുണ്ട്. പുരസ്കാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കാവാലത്തെ തേടിയെത്തുമ്പോഴും സ്വന്തം നാടും നാട്ടുകാരും മാത്രമായിരുന്നു എന്നും ഈ കുട്ടനാട്ടുകാരൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ കാവാലം എന്ന ചെറുഗ്രാമത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഈ കലാകാരനെ കാവാലത്തുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഹാജി അലി ദർഗയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ബോംബെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഭാരതീയ മുക്തി മഞ്ചാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, എപ്പോഴാണ് ഹർജി പരിഗണിക്കുക? മറ്റു വിവരങ്ങളും. സൗമ്യ, ഉച്ചയ്ക്ക് ശേഷമാണ് ഹർജി ബോംബെ ഹൈക്കോടതി പരിഗണിക്കുന്നത് എന്നാണ് അറിയുന്നത്. മുംബൈയിലെ പ്രമുഖ ഇസ്ലാമിക കേന്ദ്രമായ ഹാജി അലി ദർഗയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകർ തൃപ്തി ദേശായി അടക്കമുള്ളവർ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇതിനെതിർ ഹർജിയുമായി ഭാരതീയ മുസ്ലിം മഞ്ചും സമീപിച്ചിരുന്നു. 15-ാം നൂറ്റാണ്ട് മുതൽ ഇത്തരത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഇക്കാലയളവിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ ഒരു നിരോധനം സ്ത്രീകൾക്ക് ഇവിടെ നടപ്പാക്കിയത്. ഇത് വലിയ രീതിയിൽ മൗലികാവകാശങ്ങൾക്കും ഒപ്പം ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾക്കും മേലുള്ള വിലക്കാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഹർജിയാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നിലവിൽ ശബരിമല കേസിലും സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള ഹർജി സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഹാജി അല ദർഗയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇന്ന് കോടതി എന്തെങ്കിലും നിലപാട് അറിയിക്കുക എന്നതാണ് ശ്രദ്ധേയം. നേരത്തെയും ഈ
ഹർജി പരിഗണിച്ചപ്പോൾ ഇക്കാര്യത്തിൽ ശബരിമല കേസിൽ സുപ്രീം കോടതി വിധി വന്ന ശേഷം ഒരു നിലപാട് അറിയിക്കാം എന്ന പരാമർശങ്ങളും കോടതി നടത്തിയിരുന്നു. അതിനാൽ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യത്തിലും സുപ്രധാനമായ ഒരു ഇടപെടൽ നടത്തിയേക്കാവുന്ന ഒരു വിധിയാകും ഇന്ന് ബോംബെ കോടതി പുറപ്പെടുവിക്കുക എന്നാണ് അറിയുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ വലിയ വിവാദങ്ങളും ശിവസേനയും മുസ്ലിം സംഘടനകളും ഒക്കെ ഈ സാമൂഹ്യ പ്രവർത്തക തൃപ്തി ദേശായി അടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സൗമ്യ. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ മുൻനിലപാടിൽ മാറ്റമില്ലെന്ന് സംസ്ഥാന സർക്കാർ. മാർക്ക് ഏകീകരണത്തിന് മുൻപുള്ള പട്ടികയിൽ നിന്നും പ്രവേശനം അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വ്യക്തമാക്കി. ഈ വർഷത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ 50% മെറിറ്റ് സീറ്റിന്റെ കാര്യത്തിലും ഫീസ് ഘടനയുടെ കാര്യത്തിലും നേരത്തെ തീരുമാനമായെങ്കിലും ഒഴിവ് വരുന്ന സീറ്റിലെ പ്രവേശന കാര്യത്തിലായിരുന്നു അനിശ്ചിതത്വം നിലനിന്നത്. ഇതിൽ സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികളെ അറിയിച്ചു. മാർക്ക് ഏകീകരണത്തിന് മുൻപുള്ള പട്ടികയിൽ നിന്നും പ്രവേശനം അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. പ്രീ നോർമലൈസേഷൻ ലിസ്റ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയിൽ സർക്കാർ ഉറച്ചു നിൽക്കണം ഉണ്ടായിരിക്കും. അത് പരിഗണിക്കലല്ലോ പ്രധാന വിഷയം. അവരുടെ സീറ്റ് നിറയ്ക്കുക എന്നുള്ളതല്ല. രാവിലെ 11:30 മുൻപായി ഇതിലുള്ള നിലപാട് അറിയിക്കാനാണ് മാനേജ്മെന്റുകൾക്ക് സർക്കാരിന്റെ നിർദ്ദേശം. രാവിലെ 10:30 തന്നെ മാനേജ്മെന്റ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന ശേഷം തീരുമാനം അറിയിക്കുമെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികളും വ്യക്തമാക്കി. അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കുട്ടികളുടെ പോരായ്മ അത് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വീണ്ടും കൂടിയിട്ട് ഈ പ്രീ നോർമലൈസേഷൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റുമായി സഹകരിച്ച് പോകണമോ വേണ്ടയോ എന്നതിനെ പറ്റിയുള്ള അന്തിമമായ തീരുമാനം എടുക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. സർക്കാർ മെറിറ്റ് സീറ്റുകളിലേക്കുള്ള ആദ്യ അലോട്ട്മെന്റ് ഈ മാസം 30-ന് നടക്കാനിരിക്കെ സർക്കാരുമായി എത്രയും വേഗം കരാർ ഒപ്പിടുകയാണ് മാനേജ്മെന്റുകളുടെ ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദളിത് യുവതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം സഭ നടപടിയിൽ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേർന്നുണ്ട്. സുനിൽ, സഭയിൽ നിന്നുള്ള വിവരങ്ങൾ. സൗമ്യ, തലശ്ശേരി കുട്ടിമാക്കൂലിൽ ദളിത് യുവതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷത്തു നിന്നും KC ജോസഫ് MLA അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിച്ചു. ഈ കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രി ഇതിന് മറുപടിയായി പറഞ്ഞത്. ഒപ്പം പ്രതിപക്ഷത്തിന്റെ വിശദീകരണ കുറിപ്പിൽ കണ്ണൂർ മജിസ്ട്രേറ്റിനെതിരെ ചില ഗുരുതരമായ പരാമർശങ്ങളും ഉണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് ഈ വിഷയം കൈകാര്യം ചെയ്തത് നിരുത്തരവാദപരമായി ആണ് എന്ന പരാമർശത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖണ്ഡിച്ചു. നേരത്തെ ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ പരാമർശം നടത്തിയതിന് ഹൈക്കോടതിയോട് മാപ്പ് പറയേണ്ട വ്യക്തിയായിരുന്നല്ലോ KC ജോസഫ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ KC ജോസഫിനെ ഓർമ്മിപ്പിച്ചു. ഒപ്പം പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിയ വാദങ്ങൾ ഇപ്രകാരമായിരുന്നു. മജിസ്ട്രേറ്റ് ജാമ്യാപേക്ഷ വാങ്ങാൻ തയ്യാറായില്ല. സംഭവം വിവാദമായതിനെ തുടർന്നാണ് ജാമ്യം നൽകിയത്. ഈ സർക്കാരിന് കീഴിൽ ദളിത് വിഭാഗത്തിലുള്ളവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങളും ഒപ്പം പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്തത് ഗൗരവപൂർണമായ അല്ല എന്ന വാദവും ഉയർത്തി. മുഖ്യമന്ത്രി ഈ സംഭവത്തോട് ലാഘവത്തോടു കൂടിയാണ് പെരുമാറിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ജനാധിപത്യത്തിൽ ചോദിക്കേണ്ടത് പോലീസിനോട് ഈ സംഭവം വിവാദമായതിനെ തുടർന്ന് സംഭവം പോലീസിനോട് പോയി ചോദിക്കൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ജനാധിപത്യത്തിൽ പോലീസിനോടാണോ ചോദിക്കേണ്ടത്, ജനപ്രതിനിധികളോട് അല്ലേ എന്നും രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും തുല്യനീതി നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ടെന്നും രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടിക്കൊണ്ടുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ഒപ്പം അതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. സർക്കാർ അനുകൂലികളായ മാധ്യമങ്ങളുണ്ട്, മനോരമ, മാതൃഭൂമി എന്നീ പത്രങ്ങളിൽ വാർത്ത വന്നത് മുഖ്യമന്ത്രി സഭയിൽ വായിച്ചു. പാർട്ടി ഓഫീസിൽ കയറി പെൺകുട്ടികൾ തല്ലി എന്നാണ് മനോരമയും മാതൃഭൂമിയിലും വാർത്ത വന്നത്. സാധാരണഗതിയിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അനുകൂലിക്കുന്ന പത്രങ്ങളല്ലല്ലോ മനോരമയും മാതൃഭൂമിയും എന്ന് മുഖ്യമന്ത്രി സഭയെ ഓർമ്മിപ്പിച്ചു. കോടതിയിൽ കൊണ്ടുപോകുന്ന ഘട്ടത്തിലോ അറസ്റ്റ് രേഖപ്പെടുന്ന ഘട്ടത്തിലോ ഒന്നും കുട്ടി സ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്നില്ല.
എന്നാൽ കോടതിയിൽ കൊണ്ടുപോയതിനു ശേഷമാണ് അച്ഛൻ കുട്ടിയെ അമ്മയെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു. UDF ഈ പ്രശ്നം ഏറ്റെടുത്തത് രാഷ്ട്രീയമായിട്ടാണ്. അത് നല്ലപോലെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അവർ തയ്യാറായി. പട്ടികജാതിക്കാർക്ക് ഒരു തരത്തിലുള്ള അരക്ഷിതാവസ്ഥയും ഉണ്ടാവില്ല. ക്രമസമാധാന നില തകർന്നു എന്ന് പ്രചരിപ്പിക്കാനാണ് UDFന്റെ ശ്രമം. അത് വിലപ്പോവില്ല എന്നും മുഖ്യമന്ത്രി അവതരണാനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. തുടർന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിലുള്ള അവതരണാനുമതി നിഷേധിച്ചു. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് ഇപ്പോൾ മുൻമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സഭയിൽ സംസാരിച്ചു. തുടർന്ന് KM മാണി ഇപ്പോൾ BJP അംഗം O രാജഗോപാൽ അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതി നിഷേധിച്ച സംഭവത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. സൗമ്യ, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടു.